എല്ലാവർക്കും സ്വാഗതം. 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ വിടുക, ബ്രിട്ടീഷർ അടിയന്തരമായി ഉടനെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരിക എന്നാണ് അർത്ഥം. അന്നാണ് ഗാന്ധിയുടെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ഡു ഓർ ഡൈ. ജനങ്ങളോട് പറഞ്ഞു, ഒന്നുകിൽ രാജ്യത്തിനു വേണ്ടി പോരാടുക, അല്ലെങ്കിൽ രാജ്യത്തിനു വേണ്ടി പോരാടി ജീവൻ ത്യജിക്കുക. ഈ ആഹ്വാനം നടത്തി 24 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ദേശീയ നേതാക്കളെയും ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ നേതാക്കന്മാരില്ലാതായി. പക്ഷെ നമ്മൾ കാണുന്നത് ജനങ്ങൾ സ്വമേധയാ ഈ സമരം ഏറ്റെടുക്കുന്നതാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലും പെട്ടവർ, വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും കർഷകരും തൊഴിലാളികളും എല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഫാക്ടറികളടക്കം ഈ സമരം അരങ്ങേറി. ഈ സമരത്തെ വളരെ ക്രൂരമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചത്. അവർ മെഷീൻ ഗൺ ഉപയോഗിച്ച് പബ്ലിക് ഷൂട്ടിംഗ് നടത്തുകയും അതുപോലെ ലാത്തി ചാർജ്, ടോർച്ചർ എന്നിവയൊക്കെ ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാരെയാണ് കൊലപ്പെടുത്തിയത്. അതിലേറെ പേർക്കാണ് അപകടം പറ്റിയത്. അതുപോലെ 1,00,000 പേരാണ് ജയിലിലടച്ചത്. അതുപോലെ പത്രങ്ങളൊക്കെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയോ നിരോധിക്കപ്പെടുകയോ ചെയ്തു. എന്തായാലും 1943 ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമരം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. എന്നിരുന്നാലും ഈ സമരമാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാനും ഇന്ത്യയിൽ നിന്നും പിന്മാറാനും ബ്രിട്ടനെ പ്രേരിപ്പിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ദേശീയ നേതാക്കളെല്ലാം ജയിലിലായി എന്ന് ഞാൻ പറഞ്ഞു. മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായിയും എല്ലാം ജയിലിലായത് മഹാരാഷ്ട്രയിലെ പൂനെയിലെ യർവാദ പരിസരത്തുള്ള ആഗാഖാൻ കൊട്ടാരത്തിലാണ്. മറ്റ് നേതാക്കന്മാരെയും അവിടെ ജയിലിൽ പാർപ്പിച്ചിരുന്നു. ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് 1942 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മഹാദേവ് ദേശായി ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നത്. മഹാദേവ് ദേശായി എന്ന് പറയുന്നത് ഗാന്ധിയുടെ സന്തത സഹചാരിയായിരുന്നു. 1917 ഗാന്ധിയുടെ ആദ്യത്തെ പരിപാടിയായ ചമ്പാരൻ സത്യാഗ്രഹം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഗാന്ധിയോടൊപ്പം മഹാദേവ് ദേശായി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മരിച്ചുപോയി എന്നാണ്. അതേപോലെ ഗാന്ധിജിയെ അതിലേറെ വേദനിപ്പിച്ച വേറെ സംഭവം കൂടി ആ ജയിലിൽ സംഭവിച്ചിട്ടുണ്ട്. 1944 ഫെബ്രുവരി 22-നാണ് കസ്തൂർബ ഗാന്ധി രോഗം മൂലം അവിടെ വെച്ച് മരണപ്പെടുന്നത്. വേണ്ടത്ര ചികിത്സ കിട്ടാതെ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. മരണസമയത്ത് ഗാന്ധിജി കസ്തൂർബയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഗാന്ധിജി പറഞ്ഞത്, ബാ ഇല്ലാത്ത ജീവിതം സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ബാ ഇല്ലാത്ത ജീവിതം എൻ്റെ ഉള്ളിൽ അവരുടെ വേർപാട് ഒരു കൊടുങ്കാറ്റ് വീശുന്നതായി എനിക്ക് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. കസ്തൂർബ ഗാന്ധിയുടെയും മഹാദേവ് ദേശായിയുടെ സ്മാരകം ആ കോമ്പൗണ്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നതൊരു ദേശീയ സ്മാരകമാണ്. തീർച്ചയായും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ വിശദമായ കാരണങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്.